ഹായ് ഫ്രണ്ട്സ്, SSC ചലഞ്ചേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒലീവ് ബോർഡ് April 6th 7th ഡേറ്റ്സിൽ കണ്ടക്ട് ചെയ്ത ലൈവ് മോക്ക് എക്സാമിൻ്റെ 25 മാത്സ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഇത് അത്ര ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും അല്ലായിരുന്നു. നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മാത്സ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇത്തവണ ഒലീവ് ബോർഡിൽ കണ്ടക്ട് ചെയ്തത്. എന്തായാലും നമുക്ക് അതിൻ്റെ സൊല്യൂഷൻസ് ഒന്ന് നോക്കാം. പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ 318 മീറ്റർ തന്നിട്ടുണ്ട്. സോ പെരിമീറ്റർ ഓഫ് റെക്ടാങ്കിൾ നമുക്കറിയാം 2 മൾട്ടിപ്ലൈഡ് വിത്ത് L പ്ലസ് ബി ആണ്. അത് 318 തന്നിട്ടുണ്ട്. സോ L പ്ലസ് ബി എന്ന് പറയുന്നത് 318 ബൈ ഡിവൈഡ് ബൈ 2 ദാറ്റ് ഈസ് 159 വരും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബ്രെഡ്ത്ത് ഓഫ് ദ റെക്ടാങ്കിൾ ഈസ് 13 മീറ്റർ ലെസ് ദാൻ ലെങ്ത്. സോ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ലെങ്ത്തിനേക്കാളും 13 മീറ്റർ ആണ്. അതായത് L മൈനസ് ബി എന്ന് പറയുന്നത് 13 മീറ്റർ ആയിരിക്കും ലഭിക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് L ഈസ് ഈക്വൽ ടു 159 പ്ലസ് 13 എന്ന് പറയുന്നത് 2151617 ബൈ 2 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 826 സെന്റിമീറ്റർ വരും. സോറി 86 മീറ്റർ, യൂണിറ്റ് മീറ്റർ ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ലെങ്ത് ആണ്. ബ്രെഡ്ത്ത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ചോദിച്ച ക്വസ്റ്റ്യൻ ലെങ്ത് തന്നെയാണല്ലോ. സോ അതിന്റെ ആൻസർ 86 മീറ്റർ ആണ്. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. സൈൻ സ്ക്വയർ എയുടെ വാല്യൂ തന്നിട്ടുണ്ട് 7/11. സോ സൈൻ എ എന്ന് പറയുന്നത് എന്തായിരിക്കും? റൂട്ട് ഓഫ് 7/11 ആയിരിക്കും. ഡയറക്റ്റ്ലി നമുക്ക് ഒരു ട്രയാങ്കിൾ വരച്ച് തന്നെ അതിൽ നിന്ന് വാല്യൂ എടുക്കാൻ പറ്റും. ഇത് എ ആണെങ്കിൽ റൂട്ട് 7 ആണ് ഓപ്പോസിറ്റ് സൈഡ്. സോ സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്യൂനസ്. സോ റൂട്ട് 11 എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്യൂനസ്. സോ ഈ വാല്യൂ എന്ന് പറയുന്നത് എത്ര വരും? 4 വരും. 4 അല്ല, സോറി 2 വരും. 2 വരും. റൂട്ട് എടുക്കുമല്ലോ, അപ്പോൾ 2 വരും. സോ നമുക്ക് അത്രയും കിട്ടി. ഇനി നമുക്ക് 1 മൈനസ് ടാൻ സ്ക്വയർ എ പ്ലസ് 1 മൈനസ് കോഡ് സ്ക്വയർ എടുക്കാം. അപ്പോൾ 2 മൈനസ് ടാൻ സ്ക്വയർ എ പ്ലസ് കോഡ് സ്ക്വയർ എ എന്നെടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 മൈനസ് ടാൻ സ്ക്വയർ എന്ന് പറയുന്നത് 7/4 വരും. കോഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4/7 വരും. ഈസ് ഈക്വൽ ടു 2 മൈനസ് ബ്രാക്കറ്റിൽ 49 പ്ലസ് 16 വരും. 49 പ്ലസ് 16 എന്ന് പറയുമ്പോൾ 50 പ്ലസ് 16 എന്ന് പറയുമ്പോൾ 49 പ്ലസ് 16 50 പ്ലസ് 60 66. അപ്പോൾ 65/28 വരും. സോ ഈസ് ഈക്വൽ ടു 56 മൈനസ് 65/28. അതല്ലെന്നുണ്ടെങ്കിൽ എത്ര വരും? മൈനസ് 9/28 വരും. ഏതായിരിക്കും? ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ കോഡ് സ്ക്വയർ 1 പ്ലസ് ടാൻ സ്ക്വയർ എന്ന് പറയുന്നതാണ് കോഡ് സ്ക്വയർ. അപ്പം കോഡ് സ്ക്വയർ സ്ഥാനത്ത് 1 പ്ലസ് ടാൻ സ്ക്വയർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ടാൻ സ്ക്വയർ മാത്രമുള്ള ഒരു ടേം ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ കണ്ടെത്താം. ജോമെട്രി ക്വസ്റ്റ്യൻ ആണ്. തന്നിരിക്കുന്നതിൽ O സെന്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആംഗിൾ BAC 52 തന്നിട്ടുണ്ട്. ആംഗിൾ OCD അതായത് X എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നതാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇത് ഞാൻ ജോയിൻ ചെയ്യുകയാണ്. ABC ജോയിൻ ചെയ്തു. സോ ആംഗിൾ B എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. കാരണം എന്താണ്? ആംഗിൾ മെയ്ഡ് ബൈ സെമി സർക്കിൾ. ആംഗിൾ ബൈ സെമി സർക്കിൾ. കാരണം O സെന്റർ ആണ് തന്നിട്ടുണ്ട്. സോ ഓയിലൂടെ പോകുന്ന ലൈൻ ഡയമീറ്റർ ആയിരിക്കും. സോ ആംഗിൾ ഫോംഡ് ബൈ സെമി സർക്കിൾ ആംഗിൾ ബി 90 ഡിഗ്രി. സോ ആംഗിൾ ACB എന്ന് പറയുന്നത് എന്തായിരിക്കും? 90 ഡിഗ്രി മൈനസ് 52 ആയിരിക്കും. ദാറ്റ് ഈസ് 38 ഡിഗ്രി ആയിരിക്കും ആംഗിൾ ACB. ആംഗിൾ BCD എന്ന് പറയുന്നതും 90 ഡിഗ്രി ആയിരിക്കുമല്ലോ. കാരണം അതും എന്താണ്? BD എന്ന് പറയുന്ന ഡയമീറ്റർ ആണ്. അതും ആംഗിൾ ഫോംഡ് ബൈ എന്താണ്? സെമി സർക്കിൾ ആണ്. therefore ആംഗിൾ ACD എന്ന് പറയുന്നത് 90 ഡിഗ്രി മൈനസ് 38 ഡിഗ്രി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 245 52 ഡിഗ്രി ആയിരിക്കും. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. എയും ബിയും ഒരു വർക്ക് ചെയ്യാൻ 44 hours എടുക്കുന്നു. ബി മാത്രം എത്ര hours എടുക്കും? 66 എടുക്കുന്നു. സോ ഇവയുടെ LCM നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 11 4 2 3 2 3 6. അപ്പോൾ 11 × 6 44ന്റെ 66ന്റെ LCM നോക്കാം. 132 അല്ലെ? 12 മൾട്ടിപ്ലൈഡ് വിത്ത് 11. സോ 44 വെച്ച് ഡിവൈഡ് 132 വരുമ്പോൾ 3 വരും, 62 വരും. therefore A ഡെഫിഷ്യൻസി എത്രയായിരിക്കും? 1 ആയിരിക്കും. therefore A എലോൺ ചെയ്യാൻ വേണ്ടി എത്ര ഡേയ്സ് എടുക്കും? hours by A. ടോട്ടൽ വർക്ക് 12 into 132 by efficiency of A 1 ആണ്. സോ എത്രയാണ്? 132. ഓപ്ഷൻ ബി ആയിരിക്കും. 3A minus 5/A minus 3 is equal to 15 തന്നിട്ടുണ്ട്. സോ 3A minus 5/A എന്ന് പറയുന്നത് എത്രയായിരിക്കും? 18 ആയിരിക്കും. ഇനി എന്ത് ചെയ്യണം? ഈ വാല്യൂവിനെ സ്ക്വയർ ചെയ്യാം. സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 9A സ്ക്വയർ. A സ്ക്വയർ മൈനസ് 2AB പ്ലസ് B സ്ക്വയർ എന്നുള്ള രീതി. സോ മൈനസ് 2 × 6 30 വരും, പ്ലസ് 25/A സ്ക്വയർ വരും. ഇവിടെ എത്ര വരും? 18ന്റെ സ്ക്വയർ 324. therefore 9A സ്ക്വയർ പ്ലസ് 25/A സ്ക്വയർ എന്ന് പറയുന്നത് 324 പ്ലസ് എത്ര വരും? 30 വരും. അതായത് 354 വരും. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. തന്നിരിക്കുന്നതിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ അതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക. -b ഹോൾ സ്ക്വയർ കൊടുക്കുമ്പോൾ 4m സ്ക്വയർ മൈനസ് 12mn പ്ലസ് 9n സ്ക്വയർ
പ്ലസ് 4m സ്ക്വയർ പ്ലസ് 8mn പ്ലസ് 4n സ്ക്വയർ മൈനസ് m സ്ക്വയർ, പിന്നെ ഇത് പ്ലസ് 4mn ആവും, മൈനസ് 4n സ്ക്വയർ വരും. സോ ഇതിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഉണ്ടോ നോക്കുക. ക്യാൻസൽ ചെയ്യാൻ ആദ്യമേ നമുക്ക് m സ്ക്വയർ ഒരുമിച്ചെടുക്കാം. 4 8m സ്ക്വയർ വരും, മൈനസ് m സ്ക്വയർ, ദാറ്റ് ഈസ് 7m സ്ക്വയർ വരും, മൈനസ് 12mn പ്ലസ് മൈനസ് 4 വരും. സോ ഇതെന്താണ്, ക്യാൻസൽ ആയി പോകും. നെക്സ്റ്റ് 9 വരും, 9n സ്ക്വയർ പ്ലസ് 4n സ്ക്വയർ മൈനസ് 4n സ്ക്വയർ വരുമ്പോൾ പ്ലസ് 9n സ്ക്വയർ. സോ ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. √3 sec x നമുക്ക് ബൈ കോസ് 2x എന്ന് എടുക്കാം. അതുപോലെ ഇവിടെ 1 ബൈ സൈൻ എക്സ് ആണല്ലോ കോസിക് എക്സ്, അപ്പോൾ 1 ബൈ സൈൻ 2x ആയിരിക്കും കോസിക് എക്സ്. ഇനി സൈൻ 2x ബൈ കോസ് 2x എന്ന് പറയുന്നത് 1 ബൈ √3 എന്ന് ലഭിക്കും. അതായത് ടാൻ 3x എന്ന് പറയുന്നത് 1 ബൈ √3 ആയിരിക്കും. അപ്പോൾ 3xന്റെ വാല്യൂ എത്രയായിരിക്കും? ടാൻ 30 ആണ് എന്ത്? 1 ബൈ √3. സോ x ഈക്വൽ ടു 10 ഡിഗ്രി എന്ന് കിട്ടും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കോസ് സ്ക്വയർ 3x ആണ്, അതല്ലെങ്കിൽ കോസ് സ്ക്വയർ 30 ഡിഗ്രിയാണ്. സോ കോസ് 30യുടെ വാല്യൂ സൈൻ 30 1 ബൈ 2 കോസ് 30, സോറി 3x അല്ല 2x അല്ലേ, സൈൻ 2x ബൈ കോസ് 2x ടാൻ 2x ആണ്. സോ 2xന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്ര വരും? 30 ഡിഗ്രി വരും. ഓക്കെ, 2x എന്ന് പറയുന്നത് 30 ഡിഗ്രി വരും. സോ x എന്ന് പറയുന്നത് 15 ഡിഗ്രി വരും. സോ എത്രയായിരിക്കും ഇവിടെ? കോസ് സ്ക്വയർ 3 ഇൻറ്റു 15 ഡിഗ്രി എന്നാണ് വരുന്നത്. അതായത് കോസ് സ്ക്വയർ 45 ഡിഗ്രി വരും, അതായത് 1 ബൈ 2 ആയിരിക്കും ആൻസർ. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. DI ക്വസ്റ്റ്യൻ ആണ്. തന്നിരിക്കുന്ന ഗ്രാഫ് ഷോസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ബസ് ഫ്രം മൺഡേ ടു ഫ്രൈഡേ. നമ്മളോട് ചോദിക്കുന്ന ടോട്ടൽ ടൈം എത്ര എടുത്തു, ആവറേജ് സ്പീഡ് തന്നിട്ടുണ്ട്. സോ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് നമുക്കറിയാം. അതിൽ നമുക്ക് സ്പീഡ് തന്നിട്ടുണ്ട്, ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, ടൈം ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്ര വരും? 430 പ്ലസ് 250 പ്ലസ് 350 450 540 വരും. സോ 0 വരും, 15 18 22 2 7 11 14 16 20 2020 ആയിരിക്കും ടോട്ടൽ ഡിസ്റ്റൻസ്. സോ ടൈം എന്ന് പറയുന്നത് 2020 ഡിവൈഡഡ് ബൈ 15.5 എടുക്കും. സോ നെക്സ്റ്റ് 2020 ഡിവൈഡ് ബൈ 505 ഡിവൈഡ് ബൈ 10. ഞാൻ ആ പോയിന്റിനെ ഡെസിമൽ പോയിന്റിനെ മാറ്റി. സോ ഇത് എത്ര വരും? 40 അവേഴ്സ് വരും. കാരണം 505 into 4 ആണ് എന്തെന്ന് പറയുന്നത് 2020. സോ 40 അവേഴ്സ് വരും. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. If 2 is one of the roots of equation 5x square minus 34x plus m equal to 0, find the value of m. നമ്മളോട് പറയുന്നത് 2 എന്ന് പറയുന്ന 1 റൂട്ട് ആണ്. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, അപ്പോൾ 2 റൂട്ട് കാണുമല്ലോ. സോ ഒരു റൂട്ട് നമുക്ക് തന്നിട്ടുണ്ട് 2 എന്നുള്ളത്. അതിനനുസരിച്ച് എക്സിന് 2 സാറ്റിസ്ഫൈ ചെയ്ത് വരും. അതായത് എക്സിന് 2 കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, ആ ഇക്വേഷൻ സോൾവ്ഡ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? എക്സിന് 2 കൊടുക്കുക. സോ എത്ര വരും? 68 പ്ലസ് എം ഈസ് ഈക്വൽ ടു 0. 20 minus 68 plus m is equal to 0, that is m is equal to 48. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. ട്രയാങ്കിൾ എ ബി സി തന്നിരിക്കുന്നു. ട്രയാങ്കിൾ എ ബി സി. ഓക്കെ, ഡി എന്ന് പറയുന്നത് ബി സിയിലെ ഒരു പോയിന്റ് ആണ്. എ ബി സി, ഡി എന്ന് പറഞ്ഞൊരു പോയിന്റ് ആണ്. എ ഡി എന്ന് പറയുന്ന മീഡിയൻ ആണ്. മീഡിയൻ്റെ അർത്ഥം ഈ സൈഡ് തന്നെ ആയിരിക്കും, ഈ സൈഡ്, കാരണം മിഡ് പോയിന്റിലോട്ടാണല്ലോ വരയ്ക്കുന്നത്. E is a point on median AD such that angle bisector B എന്ന് പറയുന്ന ആംഗിൾ ബൈസെക്ടർ E എന്ന് പറഞ്ഞ പോയിന്റ് AD യിലുള്ളതാണ്. ഓക്കെ, AC എന്ന് പറയുന്നത് 16 സെന്റിമീറ്റർ, AB എന്ന് പറയുന്നത് 28 സെന്റിമീറ്റർ, അതുപോലെ BC എന്ന് പറയുന്നത് 36 സെന്റിമീറ്റർ. സോ ഈ ലെങ്ത് എന്ന് പറയുന്നത് 18 ആയിരിക്കും. ഇതും എന്താണ്? 18 ആണ്. കാരണം എന്താണ്? ഈ മിഡ് പോയിന്റിലാണല്ലോ നമ്മൾ മീറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മളോട് ചോദിക്കുന്നത് AEയുടെ ലെങ്ത് ആണ് നമുക്ക് വേണ്ടത്. സോ ആംഗിൾ ബൈസെക്ടർ തിയറം അനുസരിച്ച് നമുക്കറിയാം ഇത് രണ്ടും തീറ്റയാണല്ലോ. ആംഗിൾ ബൈസെക്ടർ ആകുമ്പോൾ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ്. സോ എ ബി ഈസ് ടു ബി ഡി എന്ന് പറയുന്നതായിരിക്കുമല്ലോ എ ഈസ് ടു ഇ ഡി എന്ന് പറയുന്നത്. സോ എ ബി ഈസ് ടു ബി ഡി എന്ന് പറയുന്നതായിരിക്കും എ ഈസ് ടു ഇ ഡി എന്ന് പറയുന്നത്. സോ എത്ര വരും? 28 ഈസ് ടു 18 വരും. അതല്ലെന്നുണ്ടെങ്കിൽ 214 ഈസ് ടു 9 എന്ന് വരും. അതായിരിക്കും റേഷ്യോ. നമ്മൾ ചോദിച്ചിരിക്കുന്നത് എയുടെ ആണ്. സോ എ എന്ന് പറയുന്നത് 40ന്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും ആൻസർ. സോ തന്നിരിക്കുന്ന ഓപ്ഷനിൽ 196 മാത്രമേ ഉള്ളൂ 40ന്റെ ഒരു മൾട്ടിപ്പിൾ എന്ന് പറയാൻ പാകത്തിൽ. സോ അത് ആൻസർ ആകാം. ഓക്കെ, അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ എ ഡിയുടെ ലെങ്ത് നമുക്ക് ഫുള്ള് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ റേഷ്യോ വെച്ച് എന്തായാലും നമുക്ക് എയുടെ ലെങ്ത് കണ്ടുപിടിക്കും. സോ എ ഡിയുടെ ലെങ്ത് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അതിന് നമ്മളൊരു തീറം പഠിച്ചിട്ടുണ്ട്, അപ്പോളോനിയസ് തീറം എന്ന് പറയും. അപ്പോളോനിയസ് തീറം. സോ ആ തീറം എന്താ നമുക്ക് നോക്കാം. അപ്പോളോനിയസ് തിയറം.
സപ്പോർട്ടേഴ്സ് തിയറം. ഒരു ട്രയാങ്കിൾ ഞാൻ വരയ്ക്കുന്നു. അതിൽ എ ഉണ്ട്, അതുപോലെ ബി സി ഉണ്ട്, എ ഡി എന്ന് പറഞ്ഞൊരു മീഡിയൻ ഉണ്ട്. ഈ ലെങ്ത് ഈക്വൽ ആണ്, അത് ഓർത്തോണം. ബി ഡി ഈസ് ഈക്വൽ ടു സി ഡി തന്നെയാണ്. അങ്ങനെയെങ്കിൽ എ ബി സ്ക്വയർ പ്ലസ് എ സി സ്ക്വയർ എന്ന് പറയുന്നത് 2 മൾട്ടിപ്ലൈഡ് വിത്ത് എ ഡി സ്ക്വയർ പ്ലസ് ബി ഡി സ്ക്വയർ. ബി ഡിക്ക് പകരം സി ഡി രണ്ടും സെയിം ആണല്ലോ. അപ്പോൾ ബി ഡി സ്ക്വയർ എ ഡി സ്ക്വയർ പ്ലസ് ബി ഡി സ്ക്വയർ. ബി ഡി എന്ന് പറയുന്നത് സി ഡി ഈക്വൽ ആണ്. അങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു തിയറം നമ്മളിവിടെ എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറമാണ്, മനസ്സിലാക്കിയിരിക്കും. സോ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എ ബിയുടെ സ്ക്വയർ 28 സ്ക്വയർ പ്ലസ് എ സിയുടെ സ്ക്വയർ 16 സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എ ഡി സ്ക്വയർ നമുക്ക് അറിയത്തില്ല, പ്ലസ് ബി ഡി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 18 സ്ക്വയർ ആണ്. സോ 28 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 784ഉം 256ഉം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1040/2 വരും. അതായത് 520 ഈസ് ഈക്വൽ ടു എ ഡി സ്ക്വയർ പ്ലസ് 324 വരും. വിച്ച് ഇംപ്ലൈസ് എ ഡി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 520 മൈനസ് 324 ചെയ്യുക, അതിൻ്റെ സ്ക്വയർ. അപ്പോൾ 196ൻ്റെ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 14 സെൻറ്റിമീറ്റർ ആയിരിക്കും. നമുക്ക് വേണ്ടത് എ ആണ്. സോ എയുടെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 14/23 മൾട്ടിപ്ലൈഡ് വിത്ത് 14 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 196/23 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, അങ്ങനെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക എക്സ് വൈ സെഡ്. എം എൻ മിഡ് പോയിന്റ് ഓഫ് എക്സ് വൈ ആണ്. എക്സ് വൈയുടെ എമ്മും എക്സ് ഇസഡിൻ്റെ എന്നും. സോ അത് നമ്മൾ മീറ്റ് ചെയ്തു എന്ന് പറഞ്ഞ പോയിന്റിൽ MO ഈസ് ടു എന്ന് പറഞ്ഞാൽ 2:3 ആണ്. ആ ഡിഫറൻസ് എത്രയാണ്? എക്സ് ആണ്, സോറി 4 ആണ്. സോ ഇത് എത്ര വരും? ഇത് 8 വരും. ഇവിടെ ആണെങ്കിൽ 12 വരും. സോ നമുക്ക് MN എന്ന് പറഞ്ഞ ലെങ്ത് എത്ര കിട്ടും? 20 സെൻറ്റിമീറ്റർ കിട്ടും. സോ എത്രയായിരിക്കും എക്സ് വൈയുടെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 20യുടെ നേരെ ഡബിൾ ആയിരിക്കും 40 സെൻറ്റിമീറ്റർ. നമ്മൾ അങ്ങനെ ഒരു തിയറം പഠിച്ചിട്ടുണ്ട്. ഹാഫ് മിഡ് പോയിന്റിൽ മീറ്റ് ചെയ്യുന്ന ലൈനാണ് MN, കാരണം മിഡ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മിഡ് പോയിന്റിൽ മീറ്റ് ചെയ്യുന്ന ലൈനാണ് MN എങ്കിൽ എന്തായിരിക്കും? YZ-ന്റെ ഹാഫ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്, MN-ലെ ലെങ്ത് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. ABC ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അവർ ഇൻവെസ്റ്റ് ചെയ്ത റേഷ്യോ തന്നിട്ടുണ്ട്, എത്ര മന്ത് തന്നിട്ടുണ്ട്. നമുക്കറിയാം പ്രോഫിറ്റിന്റെ ഒരു റേഷ്യോ വരുന്നത്, പ്രോഫിറ്റ് റേഷ്യോ ഓഫ് A:B:C ഈസ് ഈക്വൽ ടു 4 എത്ര മന്ത് ആണ്? 12 മന്ത് ആണ്. നെക്സ്റ്റ് 7 ആണെങ്കിൽ 8 മന്ത്, 8 ആണെങ്കിൽ 6 മന്ത്. 6 മന്ത് ലഭിച്ചു. സോ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ നോക്കുക. 4 പറ്റും, 4 കൊണ്ടാകുമ്പോൾ 2 പറ്റും, 2 പറ്റും. ദാറ്റ് ഈസ് ഈക്വൽ ടു 12:14:12 ഇസ് ഈക്വൽ ടു 7:6:2 വെച്ച് നമ്മൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 6:7:6 എന്ന് വരും. നമുക്ക് കണ്ടുപിടിക്കേണ്ട എയുടെ പ്രോഫിറ്റ് ആണ്. ദാറ്റ് ഈസ് 6, 7, 13, 19 മൾട്ടിപ്ലൈഡ് വിത്ത് 7980 ആയിരിക്കും. ഈസ് ഈക്വൽ ടു 19,476 വരും, 3 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 6, 2, 12, 3 റുപ്പീസ് ആയിരിക്കും എയുടെ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. റേഷ്യോ ഓഫ് എഫിഷ്യൻസി ഓഫ് A:B. എഫിഷ്യൻസി റേഷ്യോ 6:5 ആണ് തന്നിട്ടുണ്ട്. എ എലോൺ, എയുടെ എടുക്കുകയാണ് 30% ജോലി 9/2 ഡേയ്സ് കൊണ്ട് തീർക്കും. സോ 100% എത്ര എടുക്കും? 13 × 3, അതായത് 90% തീർക്കാൻ വേണ്ടിയിട്ട് 27/2 ഡേയ്സ് എടുക്കും. സോ എഗെയിൻ 100% എന്ന് പറയുമ്പോൾ ഈ 27/2ന്റെ കൂടെ 10% എത്രയായിരിക്കും? 30% 9/2. അപ്പം അതിൻ്റെ 1/3 എടുത്തു കഴിഞ്ഞാൽ 3/2 വരും. സോ 3/2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 15 ഡേയ്സ് ആയിരിക്കും 100% വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എ എടുക്കുന്നത്. സോ എയുടെ എഫിഷ്യൻസി 6 ആണ്. എയുടെ നമുക്ക് നമ്പർ ഓഫ് ഡേയ്സ് പറയും. സോ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്, ടോട്ടൽ വർക്ക് ഈസ് ഈക്വൽ ടു 6 × 15 ആയിരിക്കും. സോ 90 വർക്ക് ആയിരിക്കും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ ഫ്രാക്ഷൻ ഓഫ് വർക്ക് റിമൈനിങ് ആഫ്റ്റർ ബി എലോൺ വർക്ക്ഡ് 4 ഡേയ്സ്. അപ്പോൾ ബിയുടെ നമുക്ക് എഫിഷ്യൻസി 5 ആണ്. 5 ബി വർക്ക് ചെയ്തു, എത്ര ഡേയ്സ്? 4 ഡേയ്സ്. അപ്പോൾ 20 വർക്ക് ബി കംപ്ലീറ്റ് ചെയ്തു. സോ ബാലൻസ് എത്രയായിരിക്കും? 70/19 വർക്ക് ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 7/9 വർക്ക് ആയിരിക്കും. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. ജാർ ബി എന്ന് പറയുന്നത് എയിനേക്കാളും 10% കൂടുതലാണ്. സോ നമുക്ക് A:B എടുക്കാം. A 10 ആണെങ്കിൽ B എത്ര? 11 വരും. നെക്സ്റ്റ് B:C എടുക്കാം. C 20% കൂടുതലാണ്. അപ്പോൾ B 5 ആണെങ്കിൽ C 6 ആയിരിക്കും. നെക്സ്റ്റ് C:D എടുക്കാം. എത്രയാണ്? 25% ലെസ് ദാൻ ദാറ്റ് ഓഫ് C ആണ്. സോ 4 ആണെങ്കിൽ എത്രയായിരിക്കും? 3 ആയിരിക്കും. സോ നമുക്ക് ഇതിൽ നിന്നും A:B:C:D എടുത്തു കഴിഞ്ഞാൽ 200 5 4 20 to 20
24 വരും. 24 264 ഈസ് ടു 18 ഇൻറ്റു 198 വരും. ഓക്കെ, സോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നമ്പർ ഓഫ് മാർബിൾസ് ഇൻ ജാർ ഡി ഈസ് വാട്ട് പേഴ്സൺ ലെസ് ഓർ മോർ ദാൻ ദാറ്റ് ഓഫ് എ, ദാറ്റ് ഈസ് 2/200 ഇൻറ്റു 100 ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1% ആയിരിക്കും. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. റേഷ്യോ ബിറ്റ്വീൻ ഏരിയ ഓഫ് സർക്കുലർ ബേസ് ഓഫ് എ കോൺ എന്ന് വെച്ചാൽ എന്തായിരിക്കും? കോണിന്റെ ബേസ് എന്ന് പറയുന്നത് സർക്കിൾ ആണ്. സോ സർക്കിളിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ പൈ ആർ സ്ക്വയർ ഈസ് ടു കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് കോൺ പൈ ആർ എൽ ഈസ് ഈക്വൽ ടു 3:7. അതിന് നമുക്ക് R/L എന്ന് പറയുന്നത് എന്തായിരിക്കും? 3:7. നമ്മളോട് സ്ലാൻ ഹൈറ്റ് 14 ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് റേഡിയസ് എത്രയായിരിക്കും? 6 സെന്റിമീറ്റർ ആയിരിക്കും. സോ L സ്ക്വയർ ഈസ് ഈക്വൽ ടു H സ്ക്വയർ പ്ലസ് R സ്ക്വയർ ആണ്. സോ നമുക്ക് H ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? റൂട്ട് ഓഫ് L സ്ക്വയർ മൈനസ് R സ്ക്വയർ ആയിരിക്കും. അതായത് 14 സ്ക്വയർ മൈനസ് 6 സ്ക്വയർ ആയിരിക്കും എന്തെന്ന് പറയുന്നത്? H എന്ന് പറയുന്നത് റൂട്ട്. സോ ഇത് 20 മൾട്ടിപ്ലൈഡ് വിത്ത് 8 ആയിരിക്കും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 160. 160യുടെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ എത്ര വരും? 16 ഇൻറ്റു 10, അതായത് 4√10 സെന്റിമീറ്റർ ആയിരിക്കും. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഒരു സർക്കുലർ പാർക്ക് ഉണ്ട്. ഈ സർക്കുലർ പാർക്കിലൂടെ വികാസും ശോഭിതും റൺ ചെയ്യുകയാണ്. രണ്ടുപേരും ഒരു സെയിം ടൈമിൽ നിന്ന് സെയിം പോയിന്റിൽ നിന്ന് എന്താണ് ഓടി തുടങ്ങുന്നു. പക്ഷേ അവർ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. ഒരു ഡയറക്ഷനിൽ ഇപ്പോൾ സുമിത്താണ്, ശോഭിത്താണെങ്കിൽ ഒരു സൈഡിൽ എന്തായിരിക്കും? വികാസ് ആയിരിക്കും ട്രാവൽ ചെയ്യുന്നത്. സോ വികാസ് ക്യാൻ കംപ്ലീറ്റ് 1 ഫുൾ റൗണ്ട് 5 മിനിറ്റ്സ്. ശോഭിത് ക്യാൻ കംപ്ലീറ്റ് എ ഫുൾ റൗണ്ട് 12 മിനിറ്റ്സ് ആണെങ്കിൽ 1 മണിക്കൂറിൽ എത്ര തവണ ഇവർ മീറ്റ് ചെയ്യുന്നു? സോ നമുക്ക് ആദ്യമേ സിംപ്ലിഫിക്കേഷൻ എളുപ്പമാക്കാൻ 12ന്റെ 15ന്റെ LCM എടുക്കുക. അപ്പോൾ ഡിസ്റ്റൻസ് നമുക്ക് 16 എടുക്കുക. സോ അപ്പോൾ സ്പീഡ് എടുക്കുന്നത്, അതായത് ആദ്യത്തെ ആൾ വികാസിന്റെ സ്പീഡ് എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് 60 ആണെങ്കിൽ എടുക്കുന്നത് 5 മിനിറ്റ്സ് ആണ്. അതായത് 12 മീറ്റർ പെർ മിനിറ്റ്സ് ആയിരിക്കും വികാസിന്റെ സ്പീഡ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ വികാസ് അല്ല ശോഭിതിന്റെ എടുക്കുവാണെങ്കിൽ 60 ബൈ എന്തായിരിക്കും? 12 ആയിരിക്കും. അതായത് 5 മീറ്റർ പെർ മിനിറ്റ് ആയിരിക്കും അവരെടുക്കുന്ന സ്പീഡ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ടൈമിൽ അവർ കാണുമ്പോൾ എന്തായിരിക്കും? ടോട്ടൽ ഡിസ്റ്റൻസ് 60 ആണ്. സ്പീഡ് എത്രയാണ്? 12ഉം 15ഉം സം ആണോ ഡിഫറൻസ് ആണോ? സം ആയിരിക്കും. കാരണം എന്താണ്? ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്താണ്? റിലേറ്റീവ് സ്പീഡ് സം ചെയ്യാണ് ചെയ്യുന്നത്. സെയിം ഡയറക്ഷൻ ആണെങ്കിൽ സബ്ട്രാക്ട് ചെയ്യണം. സോ ഇതായിരിക്കും അവരെടുക്കുന്ന ടൈം എന്ന് പറയുന്നത്. 60 ബൈ 17 മിനിറ്റ് ആയിരിക്കും അവരെടുക്കുന്നത്. സോ 1 അവർ എന്ന് പറയുമ്പോൾ 60 മിനിറ്റ്സിൽ അവർ എത്ര തവണ കാണുന്നു എന്ന് ചോദിച്ചാൽ 60 ബൈ എന്തായിരിക്കും? 60 ബൈ 17 ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 17 ടൈംസ് ആയിരിക്കും. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ്. 16 നമ്പേഴ്സിന്റെ ആവറേജ് തന്നിട്ടുണ്ട്. 4 നമ്മൾ ഓരോ നമ്പറിനോടും ആഡ് ചെയ്തതിന് ശേഷം ഓരോ നമ്പർ 2 വെച്ച് മൾട്ടിപ്ലൈ ആണ്. ന്യൂ ആവറേജ് എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ 3 നമ്പർ A B C എടുക്കുകയാണ്. അതിനൊരു ആവറേജ് ഉണ്ട്. ഈ എയും ബിയും സിയോടും കൂടി നമ്മൾ ഓരോ 1 1 1 ആഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു 1 + 2 + 3 എടുക്കുക. സോ 3 5 6. അപ്പോൾ ഇതിന്റെ ഡിവൈഡ് ബൈ 3. അപ്പോൾ ഇതിന്റെ ആവറേജ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2 ആണ് ആവറേജ് അല്ലേ? ആവറേജ്. ഇനി ഇതിന്റെ കൂടെ അല്ല 1 ആഡ് ചെയ്യുക. അപ്പോൾ 2 വരും, 3 വരും, 4 വരും. ഇതിന്റെ ആവറേജ് എടുത്തു നോക്കിയേ, 9/3. അപ്പോൾ 3 ആണ് ഇതിന്റെ ആവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ സംഭവിച്ചത്? 1 ആഡ് ചെയ്തപ്പോൾ ഇപ്പുറത്ത് എന്താണ്? ആവറേജിനോടും കൂടി എന്ത് സംഭവിച്ചു? 1 ആഡ് ചെയ്തു. ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തന്നതാണ്. സോ അതിനർത്ഥം നമ്മൾ 4 ആഡ് ചെയ്യുകയാണെങ്കിൽ ആവറേജിന് എന്ത് സംഭവിക്കും? ആവറേജ് 4 ഇൻക്രീസ് ചെയ്യും. അതായത് 24 60 നമ്പേഴ്സ് 24 ആയതുകൊണ്ട് തന്നെ 4 ആഡ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? 24 + 4 വരും, 28 വരും. ഓക്കെ, ഇനി ഓരോ നമ്പറും മൾട്ടിപ്ലൈഡ് വിത്ത് 2 ആണ്. ഇപ്പോൾ നമ്മൾ എടുത്തു 1 + 2, അതുപോലെ 2 വെച്ച് മൾട്ടിപ്ലൈ. അപ്പോൾ 2 + 2 2 2 4 6/3. ഇത് എത്ര വരും? 4 6 12 4 വരും അല്ലെ? ഇതിലെന്താ സംഭവിച്ചത്? 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്താണ്? 2 ആവറേജ് ആയത് മൾട്ടിപ്ലൈഡ് വിത്ത് 2 ചെയ്തപ്പോഴാണ് എന്ത് സംഭവിച്ചത്? ആവറേജ് ചെയ്ത്. അപ്പം എന്തായിരിക്കും? 28 മൾട്ടിപ്ലൈഡ് വിത്ത് 2 ആയിരിക്കും ന്യൂ ആവറേജ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. അത് നമ്മൾ എത്ര ആഡ് ചെയ്യുന്നു അതായിരിക്കും ആവറേജിൽ അത്രയും ആഡ് ആയിട്ട് വരും. മൾട്ടിപ്ലൈ എന്താണ്? മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ആവറേജ് എന്താണ്? അത്രയും മൾട്ടിപ്ലൈ ആണ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കത് കുറച്ചുകൂടെ മനസ്സിലാവും. ബോട്ട് കവേഴ്സ് 154 കിലോമീറ്റർ 7 hours. ഇപ്പോൾ ഡൗൺ സ്ട്രീം എന്ന് പറയുന്നത് 154/7, ദാറ്റ് ഈസ് ഈക്വൽ ടു 22 km/h ആണ്. സോ അപ്സ്ട്രീം എന്ന് പറയുന്നത് 154 കിലോമീറ്റർ തന്നെയാണ്, 11 hours-ലാണ്. സോ അത് എത്ര വരും? 40 km/h ആണ്. സോ സ്പീഡ് ഓഫ് ദ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ എന്തായിരിക്കും? സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ ഡൗൺ സ്ട്രീം പ്ലസ് അപ്സ്ട്രീം ബൈ 2, അതായത് 36/2 ആയിരിക്കും. ദാറ്റ് ഈസ് 18 km/h ആയിരിക്കും. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. കുനാൽ, പ്രഭു, അതുപോലെ സുനിൽ, ഇവരുടെ 3 പേരുടെ ഏജിന്റെ സം എന്ന് പറഞ്ഞാൽ 76 years ആണ്. സോ കുനാൽ എന്ന് പറയുന്നത് 6 years younger to പ്രഭു. സോ പ്രഭു -6 പ്ലസ് പ്രഭു. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രഭു ഈസ് 5 years older than സുനിലിനെക്കാളും ഓൾഡർ. സുനിലിന്റെ ഏജ് എന്ന് പറയുന്നത് എത്ര വരും? പ്രഭുവിനേക്കാളും 5 years കുറവായിരിക്കും. സോ ഇതെന്താണ്? 76.
സോ 3p ഈസ് ഈക്വൽ ടു 76 പ്ലസ് 11 വരും, അതായത് 87 വരും. p ഈസ് ഈക്വൽ ടു 20 2 6 29 ഇയേഴ്സ് വരും. സോ 29 ഇയേഴ്സ് ആൻസറിലുണ്ട്. ചോദിച്ചിരിക്കുന്ന അതല്ല, 2 ഇയേഴ്സ് എഗോ എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? പ്രഭുവിന്റെ ഏജ് എന്ന് പറയുന്നത് 27 ഇയേഴ്സ്. ശ്രദ്ധിച്ചോണം, ക്വസ്റ്റ്യനിൽ പ്രഭുവിന്റെ ഏജ് ഇപ്പോഴത്തെ അല്ല, 2 വർഷം മുന്നത്തെയാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ആ 29 27 കറക്റ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ അത് നോക്കിയിട്ട് വേണം നമ്മൾ എന്താണ് ആൻസർ മാർക്ക് ചെയ്യാൻ. സോ ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. ഡി ഐ ക്വസ്റ്റ്യൻ ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ജെ ബൈ കെ ബൈ. ഓക്കെ, ജെ എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് മാർബിൾസ് ഇൻ ജാർ 7. സോ 570. ഇ എടുക്കുകയാണെങ്കിൽ ഇ എത്ര വരും? 690. അതുപോലെ തന്നെ ജി എടുക്കുകയാണെങ്കിൽ ജി ബ്ലൂ ആണ്, അപ്പോൾ 620. സോ 11 18 1880 വരും. 1880 ആണ്. നെക്സ്റ്റ് കെ എന്ന് പറയുന്ന ആവറേജ് നമ്പർ ഓഫ് മാർബിൾസ് ഇൻ ജാർ എ എന്ന് പറയുന്നത് 450. അതുപോലെ ബി 540. പിന്നെ എഫ് 480. അതുപോലെ തന്നെ എച്ച് അവസാനത്തെ 510. സോ 12 17 18 6 10 15 1 19 1980. പക്ഷെ ഇതല്ല കെ, 1980 ഡിവൈഡഡ് ബൈ 4 ആയിരിക്കും. സോ 4 4s 16, 4 9s 36, 5 വരും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ജെ മൈനസ് കെ ഇസ് ഈക്വൽ ടു 1880 മൈനസ് 495 5831. സോ 1385 ഡിവൈഡഡ് ബൈ 5 ആണ് ചോദിച്ചിരിക്കുന്നത്. 2s are 10, 35, 277. സോ ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. 4 bells ring at an interval of 28 seconds, 42 seconds, 14 seconds, 56 seconds. അത് ഫസ്റ്റ് ടൈമിൽ 8:50 AM റാങ്ക് ചെയ്യുന്നു. അതിനുശേഷം nth ടൈമിൽ 11:10 AM റാങ്ക് ചെയ്യുന്നത്. സോ ഫൈൻഡ് ദ വാല്യൂ ഓഫ് n ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് നമ്മൾ 28, 42, 14, 56 LCM കണ്ടുപിടിക്കുക. സോ 28 എന്ന് പറയുന്നത് 2 സ്ക്വയർ മൾട്ടിപ്ലൈഡ് വിത്ത് 7 ആണ്. അതുപോലെ 42 എന്ന് പറയുന്നത് 2 ഇൻറ്റു 3 ഇൻറ്റു 7 ആണ് അല്ലെ, 6 7 42 ആണ്. അതുപോലെ 14 എന്ന് പറയുന്നത് 2 ഇൻറ്റു 7 ആണ്. 56 എന്ന് പറയുന്നത് 2 ക്യൂബ് 8 ഇൻറ്റു 7 ആണ്. സോ നമുക്ക് അവയുടെ LCM is equal to 7 multiplied with 3 multiplied with 2 power 2 cube. These two multiply. സോ 21 ഇൻറ്റു 8 വരും, അതായത് 168 ആയിരിക്കും. 168 സെക്കൻഡ്സ് ആയിരിക്കും എന്തെന്ന് പറഞ്ഞ് LCM എന്താണെന്ന് പറയുന്നത്. സോ നമ്മളോട് പറഞ്ഞിരിക്കുന്ന സമയം 8:50 നിന്നും എത്ര ടൈമാണ്? 11:10 വരെയാണ്. അതായത് 2 hour 60 minutes എടുത്തു കഴിഞ്ഞാൽ എത്ര വരും? 60 plus 10 വരെ, അതായത് 140 minutes ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. 140 minutes. സോ 140 minutes എന്ന് പറഞ്ഞാൽ 140 multiplied 60 എത്ര സെക്കൻഡ്സ്? ഡിവൈഡ് ബൈ 160. അപ്പൊ അത്രയും എന്താണ്? അത്രയും ടൈംസ് ആണ്. സോ ഇത് എത്ര വരും? 10 14 2 വരും 5 വരും. സോ 15 ടൈംസ് വരും. ആൻസറിൽ 15 ഉണ്ട്. പക്ഷെ അവിടെ ഒരു പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ഫസ്റ്റ് ടൈമിൽ 8:50 റാങ്ക് ചെയ്യുന്നു, സെക്കൻഡ് ടൈമിൽ നെക്സ്റ്റ് ടൈമിൽ തേർഡ്, അങ്ങനെയാണ് നമ്മൾ. അപ്പോൾ 11:10 AM എന്ന് പറയുമ്പോൾ nth ടൈമാണ്. സോ ടോട്ടൽ എത്രയായിരിക്കും എൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ ഫസ്റ്റും കൂടെ നമ്മൾ ആഡ് ചെയ്യണം. സോ 50 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 51 ആയിരിക്കും. ആൻസർ ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. അത് ശ്രദ്ധിക്കണം. ഒരു സം 2.2 ടൈംസ് 10 ഇയേഴ്സ്, അതായത് പി എന്ന് പറഞ്ഞ സമ്മ 2.2 ടൈംസ് ആവുകയാണ് 10 ഇയേഴ്സിൽ. സോ അതിന് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 1.2, അതായത് 12/10 എത്ര വരും? 1 ഇൻറ്റു 10 ഇൻറ്റു R/100 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇംപ്ലൈസ് R എത്ര വരും? ക്യാൻസൽ ആയി കഴിഞ്ഞാൽ 12 വരും, 12% വരും. നെക്സ്റ്റ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഹൗ മച്ച് ടൈം വിൽ ഇറ്റ് ബിക്കംസ്? പി എന്ന് പറയുന്നത് 3.16 p ആവുക, അതായത് 216/100 1 ഇൻറ്റു എന്നിൻ്റെ നമുക്കറിയാം, ടൈം നമുക്കറിയത്തില്ല, എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. റേറ്റ് 12/100 നമ്മൾ എടുത്തു, വിച്ച് ഇംപ്ലൈസ് n ഈസ് ഈക്വൽ ടു 100 പോയി. സോ ഇതോടെ എത്ര വരും? 12 1s are 12, എത്ര വരും? 9 8. സോ 18 ഇയേഴ്സ് വരും. ആൻസർ ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. എ ഷോപ്കീപ്പർ മാർക്സ് അപ്പ് ആൻ ആർട്ടിക്കിൾ ബൈ 45% എബോവ് കോസ്റ്റ് പ്രൈസ്. സോ കോസ്റ്റ് പ്രൈസ് 100 എന്ന് ഞാൻ എടുത്തു, മാർക്ക്ഡ് പ്രൈസ് എത്ര വരും? 145 വരും. ഡിസ്കൗണ്ട് 18%. സോ 18% എന്ന് പറഞ്ഞാൽ 18/100 ദാറ്റ് ഇസ് 9/50. സോ സെല്ലിംഗ് പ്രൈസ് നമുക്ക് എത്ര ലഭിക്കും? സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 145 ഇൻറ്റു 41/50 ആണ് അല്ലേ? ഓക്കെ, for 5 2s 9 5 10. സോ 21 മൾട്ടിപ്ലൈഡ് വിത്ത് 41 9 വരും, 3 വരും, 118, അതായത് 118.9. സോ എത്രയാണ് അതിൻ്റെ പ്രോഫിറ്റ് ലോസ് പെർസെൻറ്റേജ്? 100 ആയിരുന്നു, 118.9 ആയി. സോ എത്രയായിരിക്കും? 18.9% ആയിരിക്കും. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ.
സോ തന്നിരിക്കുന്നത് സിംപ്ലിഫൈ 1+1/11 12/11 എടുക്കാം. നെക്സ്റ്റ് 13/12 എന്ന് എടുക്കാം. എങ്ങനെ വരും? അവസാനം 22/11 വരും. ഇതിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഈ 12 12 ക്യാൻസൽ ചെയ്യും. അതായത് ആദ്യത്തെ ടേമിന്റെ ന്യൂമറേറ്ററും രണ്ടാമത്തെ ടേമിന്റെ ഡിനോമിനേറ്ററും എന്താണ് ക്യാൻസൽ ആവണം. സോ അവസാനത്തെ ടേമിന്റെ ഏത് ക്യാൻസൽ ആയിപ്പോകും? ഡിനോമിനേറ്റർ ക്യാൻസൽ ആയിപ്പോകും. സോ ബാക്കി എന്തുണ്ട്? 22/11 ഉണ്ട്. ഇസ് ഈക്വൽ ടു 2 ആയിരിക്കും. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. 2 types of rice A and B costing 70 കിലോഗ്രാം അതുപോലെ തന്നെ 95 കിലോഗ്രാം. അവ ഏത് റേഷ്യോയിൽ മിക്സ് ചെയ്യുന്നു? റിസൾട്ടന്റ് മിക്സ്ചറിന്റെ കോസ്റ്റ് 85 ആണ്. സോ ഡയറക്ട്ലി നമുക്ക് അലിഗേഷൻ അപ്ലൈ ചെയ്യാം. ഇത് എത്ര വരും? 10 വരും. 10:2 ഇവിടെയാണ് 15 വരും. സോ ഇസ് ഈക്വൽ ടു 2:3 ആയിരിക്കും ആൻസർ. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. സോ ഇത്രയാണ് ഈ തവണ ക്വസ്റ്റ്യൻ ഒളിവ് ബോർഡ് കണ്ടക്ട് ചെയ്ത 25 മാത്സ് ക്വസ്റ്റ്യന്റെ സൊല്യൂഷൻസ്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.